മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാർ, ജിനു, സോമൻ, പ്രമോദ് എന്നിവർ 2, 3, 4 പ്രതികളെന്ന് എഫ്ഐആർ. കൊലയ്ക്ക് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം. എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കസ്റ്റഡിയിലുള്ള സുരേഷ് കുമാർ. അതേസമയം അമ്മ മരിച്ചിട്ടില്ലെന്ന് കലയുടെ മകൻ. അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും പോലീസ് പറയുന്നത് വിശ്വസിക്കുന്നില്ലെന്നും കലയുടെ മകൻ. എനിക്ക് പറയാനുള്ള ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടേ ഇല്ല. സംഭവം ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്. അത് എനിക്ക് കുഴപ്പമുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയുക എനിക്കും ഇതില്ല, എന്തോ ഒരു ടെൻഷൻ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ മകൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് മറ്റു കുടുംബാംഗങ്ങളിൽ പലരും പറയുന്നതും. അതുകൊണ്ട് തന്നെ പോലീസിന്റെ തുടരന്വേഷണങ്ങൾ ഇപ്പോൾ ഇന്നലെ കണ്ടെടുത്ത സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടങ്ങളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഒപ്പം പോലീസിന്റെ തുടരന്വേഷണവും ഏത് തരത്തിലാണ്? KP 4 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് പോലീസ് ഇന്നലെ രാത്രി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. അനിൽകുമാർ ഇസ്രയേലിലാണുള്ളത്. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം. പിന്നീട് ഈ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ള 3 പ്രതികൾ ജിനു, പ്രമോദ്, സോമൻ യഥാക്രമം 2, 3, 4 പ്രതികളാണ്. ഇവർ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനകം തന്നെ ഈ 3 പേരെയും വൈദ്യപരിശോധനയ്ക്കായി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ചെങ്ങന്നൂർ കോടതിയിൽ ഇവരെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് ഇറക്കും. ഇന്നലെ 5 പേരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെയും 5 പേരുണ്ടായിരുന്നു. ഇതിൽ 2 പേരെ പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന ഒരാൾ സുരേഷ് കുമാറിനെയാണ് ഇതിൽ പരാതിക്കാരനായി എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത്. സുരേഷ് കുമാറിനെ മാപ്പ് സാക്ഷിയാക്കാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. എന്തായാലും സുരേഷ് കുമാറിന്റെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് ഈ കലയുടെ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. വലിയ പെരുന്തറ പാലത്തിൽ വെച്ചാണ് അനിൽകുമാറാണ് കലയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. 3 സെപ്റ്റിക് ടാങ്കുകളാണ് തുറന്ന് പരിശോധിച്ചത്. ഇവിടെ നിന്നും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. നഖത്തിന്റെ ഭാഗം, ഒപ്പം തന്നെ എല്ലിൻ്റെതെന്ന് കരുതുന്ന ഭാഗം കിട്ടിയിട്ടുണ്ട്. തലമുടി കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ കലയുടെ മൃതദേഹമാണ് ഈ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും മുന്നോട്ടുള്ള നടപടികളുമായി പോലീസ്. ഇവിടെ ഈ ഒരു സംശയമാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും പ്രാഥമികമായി അത്തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണോ ലഭ്യമായത്? മറ്റ് പ്രതികളെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ തന്നെയാണോ ലഭിച്ചത്? ഒപ്പം കലയുടെ ഭർത്താവ് ഒന്നാം പ്രതിയായ അനിലിനെ ഇസ്രയേലിൽ നിന്നും തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണോ? KP അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിൽ നിന്നും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പോലീസ് ഇതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് തന്നെ മഫ്തിയിലുള്ള അന്വേഷണ സംഘം അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്തൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു. ഈ 5 പേരെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള 15 വർഷം മുമ്പുള്ള ഒരു കൊലപാതകത്തിൽ ഇപ്പോഴേക്കും ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ കുഴിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് പോയത്. എന്തായാലും ആ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്ന 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്നും വിശദമായി തന്നെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇനി പ്രതികളിൽ നിലവിൽ എഫ്ഐആറിൽ പ്രതികളായി പറഞ്ഞിരിക്കുന്ന 3 പേരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. KP ചോദിച്ചതുപോലെ തന്നെ ഈ പ്രതികളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ കൊലപാതകത്തിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് കലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന അനിൽകുമാറിന്റെ സംശയമാണ് എന്നാണ് എഫ്ഐആറിലും ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ആണോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ പോലീസിന് കൃത്യതയൊന്നും വന്നിട്ടില്ല. ഇന്നലെ കലയുടെ ബന്ധുക്കൾ പറഞ്ഞ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. കല മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി എന്ന കാര്യം പറയുന്നുണ്ട്. എന്തായാലും കല പോയി 2 മാസത്തിനുള്ളിൽ തന്നെ അനിൽകുമാർ പുനർവിവാഹിതനായി. ഈ വിവാഹം കഴിച്ചത് സംബന്ധിച്ചൊക്കെ എന്തായാലും അന്വേഷണം പോലീസ് വിശദമായി തന്നെ നടത്തുന്നുണ്ട്.
കലയ്ക്കൊരു മകനുണ്ട്. ഈ കലയുടെയും മകനും അനിൽകുമാറിന്റെ രണ്ടാം ഭാര്യയുടെയും ആ ബന്ധത്തിൽ അനിൽകുമാറിന് 2 കുട്ടികളുണ്ട്. അവരുടെയും ഒക്കെ കൂടെയാണ് താമസിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് വിശദമായി തന്നെ കടക്കാനാണ് സാധ്യത. ഇനിയും ഈ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്നും വിശദമായി തന്നെ മൊഴികൾ തേടും. മാത്രമല്ല, അനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്നും എത്തിക്കേണ്ടതാണ്. എത്തിച്ചതിന് ശേഷം മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങൾ അനിൽകുമാറിൽ നിന്നും വ്യക്തമായി തന്നെ പോലീസിന് ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ മാന്നാറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തെളിവെടുപ്പ് ഇന്ന് ഉണ്ടാകില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ പ്രതികൾ 3 പേരെ ജിനു, പ്രമോദ്, സോമൻ എന്നിവരെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മാന്നാറിൽ നിന്നും നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.